കൈസരിയെ അഭയം ചൊല്ലിയ പൗലോസിനെ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ പോകുന്ന കപ്പൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ അകപ്പെടുന്നതും തന്നോട് കൂടെയുള്ളവരെ താൻ കേട്ട ദൈവശബ്ദത്തിൽ ഉറപ്പിക്കുന്നതുമായ വാക്കുകൾ അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് താൻ കേട്ട ദൈവശബ്ദത്തെക്കുറിച്ച് പറയുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 28:6 മുതൽ താഴോട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഇപ്രകാരമാ പറയുന്നത്: എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരിയുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആ ശബ്ദം പൗലോസ് കേൾക്കുകയാണ്. മുന്നോട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധികളാൽ നിറഞ്ഞ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഒരു ദൈവ പൈതൽ പ്രതിസന്ധികളെ നോക്കി നിലവിളിക്കുന്നതിന് മുമ്പേ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവശബ്ദത്തിനായി കാതോർക്കേണ്ടത് ആവശ്യമാണ്. ആ ദൈവശബ്ദത്തിന് മാത്രമേ നമ്മെ മുന്നോട്ട് വിജയകരമായി നയിക്കുവാൻ സാധിക്കുകയുള്ളൂ.